മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് ഒരു പ്രഹേളികയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിൽ. നാളെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. അതിലേറ്റവും ശ്രദ്ധയാകർഷിക്കുന്നത് BD സതീശനാണ്. BD സതീശന് വേണ്ടി അണികൾ തെരുവിലിറങ്ങി. BD സതീശൻ ഡൽഹിയിലെത്തിയപ്പോൾ അണികൾ അവിടെ എത്തി. BD സതീശന് മുദ്രാവാക്യം മുഴക്കി. ഇതൊക്കെ ഹൈക്കമാൻഡ് കണ്ടു. BD സതീശന് വേണ്ടി അണികൾ തെരുവിലിറങ്ങുന്നതും BD സതീശന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ മുദ്രാവാക്യങ്ങൾ ഉയരുന്നതും ഒക്കെ ശ്രദ്ധേയമാണ്. BD സതീശന് വേണ്ടി തെരുവിലിറങ്ങുന്നത് കോൺഗ്രസ് പ്രവർത്തകർ ആണെന്നാണ് പൊതുവെയുള്ള വികാരം. BD സതീശൻ പക്ഷം എന്ന് മാധ്യമങ്ങളും പറയുന്നു. മുസ്ലിം ലീഗിന് BD മുഖ്യമന്ത്രിയാകാനാണ് താല്പര്യം. ഇവിടെ ഞെട്ടിക്കുന്ന ഒരു രഹസ്യം വെളിപ്പെടുത്തുകയാണ് പൊളിറ്റിക്സ് കേരള. BD സതീശന് വേണ്ടി തെരുവിലിറങ്ങുന്നതും സോഷ്യൽ മീഡിയയിൽ മുദ്രാവാക്യം ഉയർത്തുന്നതും കോൺഗ്രസ് പ്രവർത്തകരല്ല, മറിച്ച് തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കോൺഗ്രസിന് കഴിഞ്ഞ തവണ ലഭിച്ചിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെയും അവരുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടിയുടെയും പൂർണ്ണമായ പിന്തുണ കോൺഗ്രസിന് ലഭിച്ചിരുന്നു. മുസ്ലിം വോട്ടുകൾ ഏകോപിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ BD സതീശനെ പിന്തുണയ്ക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. BD സതീശന് വേണ്ടി തെരുവിലിറങ്ങുന്നതും തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളാണ്. BD സതീശൻ നിറഞ്ഞു നിൽക്കുമ്പോൾ BD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് സമ്മർദ്ദം ചെലുത്തുമ്പോൾ BD സതീശന് പിന്നിൽ നിൽക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെപ്പറ്റി അറിയാതെ പോകുന്നു. സംസ്ഥാനത്തെ ഇൻ്റലിജൻസിന് ഇതേക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട്. അവർ കൃത്യമായി ഇത് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഹൈക്കമാൻഡ് BD സതീശനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കുന്നതിന് പിന്നിലുള്ള കാരണവും ഇതാണ്. മുസ്ലിം തീവ്രവാദ സംഘടനകൾ BD സതീശന് വേണ്ടി തെരുവിലിറങ്ങുന്നത് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞു. BD സതീശൻ ഡൽഹിയിലെത്തിയപ്പോൾ MSF വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം മുദ്രാവാക്യം മുഴക്കിയത് ശ്രദ്ധേയമാണ്. MSF വിദ്യാർത്ഥികൾ അല്ല മുദ്രാവാക്യം മുഴക്കിയതെന്ന് പിന്നീട് MSF പറഞ്ഞു. തീവ്രവാദ സംഘടനകളും BD സതീശനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്നത് വ്യക്തം. BD സതീശൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ കേരളം തീവ്രവാദ സംഘടനകളുടെ പിടിയിലായി മാറും എന്നത് ഉറപ്പ്. അതിനുള്ള തെളിവാണ് തെരുവിലേക്ക് നീണ്ട BD സതീശന് വേണ്ടിയുള്ള മുദ്രാവാക്യം വിളികൾ. പണ്ട് VS-നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാതിരുന്നപ്പോൾ തെരുവിലിറങ്ങിയത് CPM-കാരാണ്. അതുപോലത്തെ അവസരമല്ല അല്ലെങ്കിൽ അതുപോലത്തെ അവസ്ഥയല്ല ഇപ്പോഴത്തെ സാഹചര്യം. BD സതീശന് വേണ്ടി തെരുവിലിറങ്ങുന്നത് മുസ്ലിം ലീഗ് മാത്രമല്ല, മുസ്ലിങ്ങളിലെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളും കൂടിയാണ്. മുസ്ലിം ലീഗ് BD സതീശന് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും BD സതീശൻ പക്ഷം എന്നുള്ള
ഒരു ടീം കേരളത്തിൽ ഉണ്ട് എന്നറിയിക്കാൻ തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഉള്ള തീവ്രവാദ സംഘടനകൾ ശ്രമിക്കുന്നു. അതാണ് BD സതീശനെ സ്റ്റാറാക്കി ഇപ്പോൾ മാറ്റുന്നത്. ഇത് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും BD സതീശന് മുഖ്യമന്ത്രി പദം അവർ നിഷേധിച്ചത്.